നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ഇത്ര സ്നേഹിക്കുന്ന ആളുടെ മുഖം എനിക്കൊന്ന് കാണുന്നുണ്ട്. അതെപ്പോഴാ? ഒരിക്കൽ ഞാനത് മോളോട് പറയാം. ഇരിക്ക. തിരുമേനിയും കുടുംബം ഇന്നലെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ അല്ലേച്ചി? തീർച്ചയായിട്ടും. മോൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിച്ചിരുന്നു. ഓരോന്നോരോന്നായിട്ട് ഈശ്വരൻ കൺമുന്നിലേക്ക് എത്തിച്ചേരുമല്ലോ. ദേവനാരായണൻ തിരുമേനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കും. ഇനി അവിടെ എന്ത് തന്നെ ഉണ്ടായാലും മോളുടെ കയ്യിൽ പണം കൊടുത്തു വിടണം. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ സഹായിച്ചത് ഒരല്പം കൂടുതലാ. ഈ കടം തന്നെ എങ്ങനെ വീട്ടെന്നുള്ള പരിഭ്രമത്തിലായിരിക്കും രാധിക മോള്. അവൾ പറയട്ടെ. ഇന്നെന്റെ കുട്ടി വരുമ്പോ അവളുടെ കണ്ണിലും പ്രശ്നങ്ങൾ ഒഴിഞ്ഞതിന്റെ സന്തോഷം എനിക്ക് കാണാലോ. എങ്കി വേഗം കഴിച്ചോളൂ. രാധിക വരാനുള്ള സമയമായിട്ടുണ്ട്. ടീച്ചറെ, അല്ല രാധികെ, അച്ഛൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ രാത്രി മുഴുവനും അച്ഛനമ്മയും മാഡത്തിനെ കുറിച്ച് പറയായിരുന്നു. മാഡത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന. അല്ല, മാഡം ഇല്ലേ? മാഡത്തിനെ എനിക്കൊന്ന് കാണണമായിരുന്നു. അതിനെന്താ, മാഡം ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് കാണാലോ. ഇനി പോവാം, വാ. ഗുഡ് മോർണിംഗ് മോളെ. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, പണം കിട്ടേണ്ടവർക്ക് അത് കിട്ടിയാ പിന്നെ എന്ത് പ്രശ്നം? അച്ഛൻ ഒരു ദിവസം മാഡത്തിനെ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിശദമായിട്ട് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ. നന്ദി പറയാനുള്ള വരവാണെങ്കിൽ അത് വേണ്ട കുട്ടി. നമുക്കിടയിൽ അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. മോള് ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എന്നിട്ടെന്താ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? കഴിച്ചിട്ടില്ല അതല്ലേ സത്യം? അത് അമ്മ എടുത്തു വെച്ചു. പൊളിച്ച് റെഡിയാവാൻ വൈകിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നു. ചേച്ചി, മോക്ക് ഭക്ഷണം എടുത്തു വെക്ക. അയ്യോ, അതൊന്നും വേണ്ട. വേണ്ട മേഡം. കുട്ടി, അല്ല, കുഴപ്പമില്ല. ഇവിടെ ഇരിക്കൂ മേഡം. അയ്യോ, മേഡം കഴിച്ചിട്ട് മതി ബാക്കിയൊക്കെ. അല്ല, ഞാൻ മേഡം, അത് പിന്നെ അച്ഛനും അമ്മയും ഇന്നലെ കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു മാഡത്തിനെ കുറിച്ച്.
ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മാഡത്തിന് എന്നോട് പ്രിയം തോന്നിയത്? മാഡം എങ്ങനെയാ എന്നെ കാണുന്നത്? മാഡം ഇത്രയും സ്നേഹിക്കാൻ കാരണം എന്താ എന്നൊക്കെ. ഒറ്റ കാരണേ ഉള്ളൂ, നീ എന്റെ മോളായതുകൊണ്ട്. ചില ആളുകളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇവര് നമ്മുടെ സ്വന്തമാണ്, ഇതിനു മുമ്പേ നമ്മൾ കാണേണ്ടതാണ് എന്നൊക്കെ തോന്നില്ലേ? അങ്ങനെ ഒരു തോന്നല എനിക്ക് മോളെ കണ്ടപ്പോ. അച്ഛനും അമ്മയും സംശയങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ, മാഡത്തിന് മോളെ പോലെ തന്നെയാണെന്ന്. ഞാൻ വാരിത്തരട്ടെ? അല്ല, അത് വേണ്ട. സാരമില്ല, ഞാൻ കുഴപ്പമില്ല. സാരമില്ല മോളെ, മകളുടെ പദവി തന്നില്ലേ, അപ്പൊ അമ്മയ്ക്ക് ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? ദാ കഴിക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചാ അത് കൂടുതലായി പോവോ? അതെന്താ? എന്നെ ഇത്ര സ്നേഹിക്കുന്ന ആളുടെ മുഖം എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അതെപ്പോഴാ? ഒരിക്കൽ ഞാനത് മോളോട് പറയാം. ആ, അത് മതി. മാഡം, ശരിക്കും പറഞ്ഞ ഇതൊരു രസാ. ഒരു മറയുടെ അപ്പുറം എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാള് അല്ലേ? അതെ. മോൾ ഇനി മുതൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയാൽ മതി, ഇവിടെ എനിക്കൊപ്പം ഇരുന്ന് കഴിക്കാം. അത് ഒരു തവണയൊക്കെ രസാ. അതിൽ കൂടുതലായ മാഡത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പോലെ ആവും. അച്ഛൻ ഇതൊക്കെ എന്നെ കുഞ്ഞിലേ പഠിപ്പിച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.